സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടാകുന്നത് ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല. നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഭാര്യയും ഭർത്താവും എത്രമാത്രം സന്തോഷത്തിൽ ജീവിക്കുന്നുവോ അത്രയും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് മക്കളും ഉണ്ടാവുക. നമ്മുടെ സ്വഭാവം കണ്ടിട്ടല്ലേ അവര് വളരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളുമ്മയോടും ബാപ്പയോടും കാരുണ്യമുള്ളവരാകാനും ബഹുമാനമുള്ളവരാകാനും നമ്മളൊന്ന് നന്നായേ പറ്റൂ. ഞാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് പറയാണ്, ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ലോകമാണ്. ബാപ്പ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ ലോകമാണ്. ആ ഉമ്മയെയും ബാപ്പയെയും ഒരാള് സങ്കടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏത് കുറ്റങ്ങളും അതിന്റെ തെറ്റുകൾ, അതിന്റെ ശിക്ഷകൾ അല്ലാഹു തആല ഒന്നുകിൽ ദുനിയാവെന്നല്ലെങ്കിൽ ആഖിറത്തുനിന്ന് കൊടുക്കും. അത് മുന്തിക്കുകയും പിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, അതൊരിക്കലും ദുനിയാവെന്ന് അനുഭവിക്കാതെ കണ്ണടച്ച് പിരിയൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ അടുത്ത് വളരെ വേദനയുള്ള ഒരു സംഗതി ഞാൻ കേട്ടു. ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചു. ഒരു മകൻ ബാപ്പയെ പച്ചക്ക് ചീത്ത വിളിച്ചിട്ട് മകൻ ബാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഉണ്ടാക്കിയത്? സുബ്ഹാന ജല്ല ജലാല് +2 പഠിക്കുന്ന മോനാണ് പോൽ, നിങ്ങൾ എന്തിനാണ് എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് നല്ല പച്ചക്ക്, നമുക്ക് സ്റ്റേജിൽ നിന്ന് പറയാനൊന്നും പറ്റാത്തൊരു ഭാഷയാണ് പറഞ്ഞത്. ഞാൻ കേട്ടിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയങ്കര സങ്കടമായി പോയി. ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറെ ഒരാള് പള്ളിയിൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള ഒരു സംസാരത്തിലാണ് ഇതിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞത് മഹലിലുള്ളൊരു വിഷയമാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ കൂടുതൽ സങ്കടപ്പെടേണ്ടതില്ല. ഈ ചീത്ത കേട്ട ചെറുപ്പക്കാരനില്ലേ ഉപ്പ, അയാൾ ചെറുപ്പക്കാരന് 40-45 വയസ്സേ പ്രായമുള്ളൂ. ഈ ഉപ്പക്ക് ഇയാളെ പറ്റി പറയാണ്, ഇവനില്ലേ, ഇവൻ ഉമ്മാന്റെ പള്ളക്ക് പണ്ട് ചവിട്ടിയവനാണ്. ഉമ്മ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിക്കും. ഉമ്മ കാട് വയക്കാനൊക്കെ പോകുന്ന പണിയെടുത്തിട്ടാണ് അവരെ പോറ്റിയത്. അന്ന് ഉമ്മ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ഉമ്മന്റെ അടുക്കലില്ല. ഞാൻ ഉമ്മയെ ചവിട്ടിയിട്ട് ഉമ്മാന്റെ പെട്ടി തുറന്നിട്ട് പൈസ എടുത്തു പോകുന്ന മോനാണ്. ഒരൽപ്പം പ്രായമായപ്പോൾ, ഒരൽപ്പം പക്വത വന്നപ്പോന്ന് നേരെയായതാണ്. ചെറുപ്പത്തിൽ ഇവനെ കൊണ്ട് ഉമ്മ അടുത്ത വീട്ടിൽ രാത്രി പോയി താമസിക്കാറുണ്ട്. ഉമ്മ അടുത്ത വീട്ടിൽ പോയി താമസിക്കാൻ ഇവനെ പേടിച്ചിട്ട്. അങ്ങനത്തെ മോനാണ് ഈ ഉപ്പ എന്ന് പറയുന്നത്. അയാളെ മകൻ അവനെ ചീത്ത വിളിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരികളെ, ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. ഒരു വാക്കുകൊണ്ട് ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ ഓർമ്മയില്ലേ? വളരെ നിസ്സാരമായ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ബാപ്പമാരെ സങ്കടപ്പെടുത്തരുതേ. അവരോട് ഛേ എന്ന വാക്ക് പറയരുതേ. ഒരു വാക്ക് മതിയാകും സങ്കടപ്പെടുത്താൻ, ഒരു വാക്ക് മതിയാകും കൽബൊന്ന് മുറിഞ്ഞു പോകാൻ. നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകില്ല. നിങ്ങളെ മകൻ നിങ്ങളോട് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിക്കൂ. എല്ലാം എന്റെ മകനോടാണ്. എന്റെ പാസ്വേഡും എന്റെ യൂസർ നെയിമും എന്റെ മകനറിയാം. എന്റെ പെട്ടിയുടെ നമ്പർ എത്രയാണ് എന്റെ മകനറിയാം. എന്റെ ചാവി എവിടെയുള്ളത് എന്റെ മോനറിയാം. കാരണം ഞാൻ എന്റെ മകനോട് അത്ര ബന്ധത്തിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞത്, എന്റെ മോൻ ചെറിയ 7 വയസ്സുള്ള മോനെ, വളരെക്കണ്ട ഉസ്താദിനെ പറ്റി പറഞ്ഞാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാ. നിങ്ങൾക്ക് എല്ലാം അങ്ങനെ തന്നെയല്ലേ? സ്വന്തം മക്കൾ അങ്ങനെയാണ് വളർത്തുക. ആ മകൻ ഒരു 500 ചോദിച്ചപ്പോ, 1000 ചോദിച്ചപ്പോ, അല്ലേ മോനെ നിന്റെ പെട്ടിന്റെ നമ്പർ എത്രയാണെന്ന് വെച്ചു. പെട്ടി ലോക്ക് ചെയ്തിട്ടുള്ള നിന്റെ നമ്പർ എത്രയാണ്? മോൻ പറയണില്ല. മോൻ പറയുമ്പോ ഞാൻ വന്നിട്ട് തുറന്നു തരാം. മോനെ നിന്റെ അലമറയുടെ ചാവിയാടെന്ന് ചുപ്പ. മോൻ പറയാണ് അപ്പുറത്തുനിന്ന്, നിങ്ങൾക്ക് എന്തിനാ ചാവി? ഞാൻ വന്നിട്ട് തുറന്നു തരാം. അത് നിങ്ങളെ സങ്കടപ്പെടുത്തോ? ഇല്ലേ, സങ്കടപ്പെടുത്തും. ഒരു ബാപ്പയോട് ഒരു മകൻ അങ്ങനെ പറഞ്ഞാൽ സത്യത്തിൽ ഈ ബാപ്പക്ക് തുറന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു മകനിൽ നിന്ന് അതൊരു പ്രതീക്ഷിക്കുന്നില്ല.
ഫുൾ ഓപ്പൺ ആകാനാണ് ഏതൊരു ഉപ്പയും ആഗ്രഹിക്കുക. ആ വാക്ക് നിങ്ങളെ സങ്കടപ്പെടുത്തുമോ? നിങ്ങളുടെ വാക്ക് നിങ്ങളെ ഉമ്മാന്റെയും ബാപ്പന്റെയും മനസ്സിന് എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. പറഞ്ഞു പോയവരുണ്ടെങ്കിൽ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയലല്ലാതെ, പൊരുത്തപ്പെട്ടു അവരെ നാവ് കൊണ്ട് കൽബ് തട്ടി പറയിപ്പിക്കലല്ലാതെ വിജയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കണ്ണടയുന്നതിന് മുമ്പ് ദുനിയാവെന്ന് അനുഭവിക്കാതെ പിരിയൂല. വളരെ കടുപ്പമുള്ള ബന്ധമാണ് ഉമ്മയും ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം. ഉമ്മാനോട് തന്നെ ഭയങ്കര ദേശത്തിലാണ് ചില ആളുകൾ സംസാരിക്കുക. ഉമ്മാനോട് വളരെ കടുപ്പത്തിലാണ് സംസാരിക്കുക. നീന്നൊക്കെ വിളിക്കും ചില ആള്. അത് നമ്മുടെ മംഗലാപുരം ഭാഗത്ത് ഉമ്മാനെ നീന വിളിക്കുക. എന്റെ പെങ്ങളെ കെട്ടിച്ചെന്ന് അവിടെ ഉച്ചിലത്ത്. പെങ്ങളെ ഭർത്താവ് ഖബറിലാണ്. അല്ലാഹുവേ ഖബർ സ്വർഗ്ഗായി കൊടുക്കണം റഹ്മാൻ. അവിടെയൊക്കെ വീട്ടിൽ ഉമ്മാനെ നീന വിളിക്കും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അള്ളാനെ നീന്നല്ലേ വിളിക്കുന്ന അതുകൊണ്ടാണ്. അത് ചീത്ത പറഞ്ഞ് വിളിക്കണല്ല, ബഹുമാനിച്ച് വിളിക്കുന്നതാണ്. അത് അവരെ നാട്ടിന്റെ ശൈലിയായത് കൊണ്ട് അവരെ ഞാൻ പറയുന്നില്ല. നമ്മൾ നീന്ന് വിളിക്കണമെന്തിനാ അല്ലെ? നമ്മൾ നീന്ന് വിളിക്കുന്ന ഒരാൾ ചെറുതാക്കിയിട്ടല്ലേ? നമ്മൾ വലിയ ബഹുമാനിച്ചിട്ട് നിങ്ങൾ നല്ല വിളിക്കുക. അവിടെയൊക്കെ ഉമ്മാനെ നീന്ന് വിളിക്കണത് ഉമ്മാനെ അള്ളാനെ ബഹുമാനിക്കണ പോലെ ബഹുമാനിച്ച് വിളിക്കുന്നതാണ്. അവന് നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല. നാട് മൊത്തം നന്നാകേണ്ട, ഭാഷ മാറ്റേണ്ട വിഷയം. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഞാൻ പറഞ്ഞത് അതല്ലാതെ നീ എന്ന് വിളിക്കുന്ന നിന്ദ്യതയുടെ വാക്കുണ്ടല്ലോ, അതൊരിക്കലും ഉമ്മയോട് പറയാൻ പാടില്ല. ഉമ്മാനെ സങ്കടപ്പെടുത്താൻ പാടില്ല. മോനെ ആശുപത്രിയിൽ പോണോന്ന് ഉമ്മ പറയുമ്പോ തന്നെയാന്നല്ലേ നിങ്ങൾ ആശുപത്രിയിൽ നിങ്ങൾക്ക് തന്നെയാണോ പണി? ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല. ആ സമയത്ത് ഉമ്മന്റെ കൽവിലൊരു ചെറിയ പൊട്ടല് വന്നാൽ അത് നിന്റെ ആഖിറത്തിന് വലിയ മോശമാണ്, നഷ്ടമാണ്. നിന്റെ ദുനിയാവിലെ പവറിന് തന്നെ അതൊരു ചെറിയ പോരായ്മയാണ്. ചില മക്കൾ ഉമ്മാനോട് നല്ല സ്നേഹത്തിലുണ്ടാവും, ബാപ്പാനോട് അത്ര വലിയ അടുപ്പുണ്ടാവില്ല. കാരണം എന്താണ്? ഉപ്പ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ നിൽക്കണ സ്വഭാവക്കാരൻ. അധിക ഉപ്പമാർ ഇവിടെ തന്നെ ഉണ്ടാവും. ഉമ്മാനോടാണോ നമുക്ക് വിഷയങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടി സൗകര്യമുള്ളതല്ല, വാപ്പാനോടോ? ഉമ്മാനോടാണ്. സ്കൂളിലെ ഫീസ് ചോദിക്കാൻ വേണ്ടി ആരോടാ കൂടുതൽ മക്കൾക്ക് കയ്യാ? ഉമ്മ ഫീസ് ചോദിക്കും, മാഷ് ഫീസ് ചോദിച്ചെന്ന് പറയാൻ ഉമ്മാനോടാ. ഉപ്പാനോട് ചിലപ്പോൾ പത്രം വായിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ പണിയെടുക്കുമ്പോഴെല്ലാം അതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫീസ് ഊരിപ്പോകും. സ്നേഹമില്ലഞ്ഞിട്ടല്ല, അവരുടെ ഡ്യൂട്ടിന്റെ തിരക്കിലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത് പരിഗണിക്കാൻ കഴിയണമെന്നില്ല. ഉമ്മ അങ്ങനല്ല. ഉമ്മാക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ ഒരു പ്രത്യേകമായ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്ന, എനിക്ക് ഏറ്റവും നല്ല ബന്ധം ആരോടാണ്, കടപ്പാട് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബി? രണ്ടാമത്തെ ആൾ ആരാന്നാ ചോദ്യം. നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരാണ് നബിയെ? മൂന്നാമത്തെ ഏറ്റവും കടപ്പാടും ബന്ധമുള്ള ആളാരാണ് എന്നാ ചോദ്യം. തങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ്. നാലാമത് ഇയാള് ചോദിക്കുന്ന, പിന്നെ ആരോടാണ് നബിയേ? നിന്റെ ബാപ്പയോടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഉമ്മന്റെ പവറാണ്. ഗർവം ചുവന്നതിലും പ്രസവിച്ചതിലും മുലയൂട്ടിയതിലുമുള്ള കടപ്പാടിന്റെ കണക്കാണ്. ഒന്നും രണ്ടും മൂന്നും തവണ ഉമ്മയോടാണ് കടുപ്പമുള്ള ബന്ധം. അതേ സമയത്ത് ബാപ്പ എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് നിർത്തേണ്ട ആളാന്നല്ല ഈ പറഞ്ഞത്. ഉമ്മക്ക് അത്രമാത്രം ബഹുമാനമുണ്ട്, ബാപ്പന്റെ കഥ പറയാനില്ല ബാപ്പയോട്. പക്ഷേ ബാപ്പന്റെ സ്വഭാവം പലപ്പോഴും കാരുണ്യമുള്ളതായിട്ട് നമുക്ക് തോന്നേണ്ടതുണ്ട്. രക്ഷിതാക്കളോട് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉരമുള്ള രീതി എപ്പോഴും